ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ വീട്ടിലെ ചീരയുടെ ചെറിയൊരു വിളവെടുപ്പ് വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ചീരയൊന്നും നട്ടുപിടിപ്പിച്ചിട്ടില്ല. അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ടത് മാത്രമേ ഞാൻ നട്ടുപിടിപ്പിക്കാറുള്ളൂ. ചീരയെല്ലാം നിരത്തി നട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഒന്നിച്ച് വളർന്ന് പൂവിടാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ടെറസിലും പറമ്പിലുമൊക്കെയായി ഞാൻ കുറച്ച് ചൂട് അവിടെ ഇവിടെയായൊക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ചുവന്ന ചീരയാണ് വിളവെടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. എനിക്ക് 3-4 ടൈപ്പ് ഓഫ് ചീരയുണ്ട്. ഇലക്കറിയുടെ ഗുണങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. ചില ചീരകളൊക്കെ ഓരോന്നിൻ്റെയും ചുവട്ടിൽ തനിയെ കിളിർത്ത് വരുന്നതാണ്. അതും പെട്ടെന്ന് വളർന്ന് നമുക്ക് വിളവെടുക്കുവാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ പറിക്കുന്ന ചീര പയറിൻ്റെ ചുവട്ടിൽ തനിയെ കിളിർത്ത് വന്ന ചീരകളാണ്. നമ്മൾ വളമൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ ചീരയ്ക്ക് പെട്ടെന്ന് വളമെല്ലാം വലിച്ചെടുത്ത് പെട്ടെന്ന് വിളവെടുക്കാൻ സാധിക്കും. അന്നേരം പയർ തനിയെ കയറി വരുന്നേ ഉണ്ടാകത്തുള്ളൂ. പിന്നെ ഞാൻ ഈ നോക്കുന്നത് തക്കാളി ചെടിയാണ്. അത് പെട്ടെന്നൊരു ദിവസം നോക്കിയപ്പോൾ വാടി നശിച്ചു പോയതായിട്ടാണ് കണ്ടത്. ഞാൻ അതിൻ്റെ ചുവട്ടിൽ നോക്കിയപ്പോൾ അതിന് ഫംഗസ് ബാധയാണ് കാണാൻ കഴിഞ്ഞത്. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സങ്കടം തന്നെയാണ്. നല്ല ആരോഗ്യത്തോടെ വളർന്നു വന്ന ഒരു തക്കാളി ചെടിയായിരുന്നു അത്. അങ്ങനെ നമ്മുടെ ഇന്നത്തേക്കുള്ള ചീരയെല്ലാം വിളവെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇന്നത്തെ മറ്റ് വിളകളും എല്ലാം ഞാൻ വിളവെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.